ദൈവം തുറക്കുന്നവനാണ്, അടയ്ക്കുകയല്ല. അടയ്ക്കേണ്ടതിനെ അടയ്ക്കും, തുറക്കേണ്ടതിനെ തുറക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ഹെഡിങ് വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ആദ്യ ശിഷ്യന്മാരെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും അത് ദൈവത്തിൻ്റെ പ്രത്യേകം വിളിയുള്ളവർക്ക് മാത്രം എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ അത് എഴുതിയിരിക്കുന്നത് മുഴുവൻ നഷ്ടങ്ങളുടെ കഥയാണ്. എല്ലാ വഴികളും അടഞ്ഞുപോയ ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം പെട്ടെന്ന് വായിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈശോ ഒരു തടാക തീരത്ത് ആയിരക്കണക്കിന് ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഭാവനയിൽ അത് കാണണം. ഒരുപാട് പേര് ചുറ്റും നിന്ന് ഈശോയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എഴുതിയിരിക്കുകയാണ്, ഈശോ ആളുകളെ കണ്ടു എന്ന് എഴുതിയിട്ടില്ല. അപ്പുറത്ത് 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് യേശു കണ്ടു എന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനിവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കണ്ടില്ല, അപ്പുറത്തൊരു വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന ഒരാളെ കണ്ടു എന്ന് പറയുന്ന പോലെയാണ്. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. ഈശോയുടെ കൂടെ അനേകായിരങ്ങൾ. ഈശോ ശ്രദ്ധിച്ചത് അപ്പുറത്ത് കിടക്കുന്ന 2 വള്ളം. ആ വള്ളത്തിൻ്റെ സൈഡിൽ 2 പേര് കുനിഞ്ഞിരുന്ന് വല കഴുകുന്നു. ഇനി വചനം പഠിക്കുമ്പോൾ കാണുന്നതിനറിയോ, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ പോലെ അല്ല, മനസ്സ് വിഷമിച്ച് രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ പോയി ഒന്നും കിട്ടിയിട്ടില്ലാത്ത മനസ്സ് വേദനിച്ചിരിക്കുന്ന 2 പേരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈശോ എന്താ കണ്ടത്? ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടവരെ കണ്ടു എന്നല്ല, പണമുള്ളവരെ കണ്ടു, സ്റ്റാൻഡേർഡ് ഉള്ളവരെ കണ്ടു എന്നല്ല. ഈശോ എപ്പോഴും കാണുന്നത് ആരെയാ? ഏറ്റവും വിഷമമുള്ളവരെ ഈശോ കാണും. 2 പേരെ കണ്ടു. വേഗത്തിൽ പറയാം. ഈശോ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ 2 വള്ളത്തിൽ ഒരാളുടെ വള്ളം, ആരുടെ വള്ളമായിരുന്നു എഴുതിയിട്ടുണ്ട്? ശിമയോൻ്റെതാണ് വള്ളം. ശിമയോൻ്റെ എഴുതിയിരിക്കുകയാണ്. ഈശോ ആ വള്ളത്തിൽ കയറി. ആ വചനഭാഗത്ത് ഏറ്റവും നല്ല വാക്ക് ഏതാന്ന് ചോദിച്ചാൽ ഈ വചനമാണ്. ഏത്? ഈശോ അവിടെ നിന്ന് വന്ന് വേദനിച്ചിരിക്കുന്ന ശിമയോൻ പത്രോസിൻ്റെ വള്ളത്തിനകത്തോട്ട് നടന്ന് കയറിയെന്ന്. ഒറ്റ കാര്യം നടന്നാൽ മതി, നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നഷ്ടത്തിലേക്ക്, വേദനയിലേക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഈശോ കയറിയാൽ മതി. ഇനി വചനം വായിച്ചു നോക്കൂ. ഈശോ കയറിയ പിന്നെ ജീവിതം തന്നെ മാറി. ശിമയോൻ പത്രോസിൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടായ ഒരു സമയം അത്. ഈശോ കയറി. ആരാധന നടത്തുമ്പോൾ, പാട്ട് പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം എൻ്റെ ജീവിതത്തിനകത്തേക്ക് വരണം, എൻ്റെ നഷ്ടത്തിൽ വരണം. ദൈവം വരും. ഈശോ കയറിയിട്ട് ഈശോ പറഞ്ഞൊരു വാക്കെന്നറിയോ? ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോകാനല്ല പറഞ്ഞ്, ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടു. അല്പം അകലേക്കൊന്ന് മാറ്റണമെന്ന് പറഞ്ഞു. ഈശോ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം ആവശ്യപ്പെടുന്നത് ഒരു മാറ്റമായിരിക്കും. പലരുടെയും ജീവിതത്തിൽ ഈശോ വന്നിട്ടുണ്ട്. ഈശോ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം ആവശ്യപ്പെട്ടു. പലരും മാറ്റാൻ ആഗ്രഹിച്ചില്ല. അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം പലരുടെ ജീവിതത്തിലും കുറഞ്ഞു പോയേ. ഈശോ വന്നപാടെ പറഞ്ഞു എന്നാ? വലയെറിഞ്ഞോ മീൻ പിടിച്ചോളാനല്ല പറഞ്ഞേ. ഈശോ പറഞ്ഞു അല്പം അകലേക്ക് മാറ്റണം. ഈശോ ദൈവവചനം എന്നെ കൊണ്ട് ദൈവം പറയിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും, എന്നെ കൂടെ കൂട്ടി പറയാം, എന്നോട് ഈശോ പറയും ജീവിതം ഒന്ന് അല്പം മാറ്റണം, ജീവിത രീതി മാറ്റണം, സ്വഭാവം മാറ്റണം. ഒത്തിരിയൊന്നും വേണ്ട, ആദ്യം ഒരല്പവേലും ഒന്ന് മാറ്റ്, ഒരു 5% മാറ്റാൻ നോക്ക്, പരിശ്രമിക്കുകയും ചെയ്യ് പറയും. പറഞ്ഞേ ഹല്ലേലൂയ. പത്രോസ്ലീഹ പറഞ്ഞില്ല മാറ്റാൻ ഒക്കുകയില്ലെന്ന്. വേണേ പറയായിരുന്നു. കാരണം എന്നാ? ഇന്നലെ രാത്രി മുഴുവൻ ഫുഡ് പോലും കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ, വല ഇറങ്ങി മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ മനസ്സ് വിഷമിച്ച് ഉറക്കക്ഷീണമായിട്ട് ഇരിക്കുക. ന്യായമായിട്ട് പറയായിരുന്നു എനിക്ക് ഒക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക, ചില ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേനും. പത്രോസ്ലീഹ പറഞ്ഞില്ല ബുദ്ധിമുട്ടുണ്ടെന്ന്. പത്രോസ്ലീഹ അത് കേട്ടപാടെ അല്പം അകലേക്ക് നീക്കി. മാറിയ സ്ഥലം നിങ്ങൾ ചിന്തിക്കണം. ഈ വള്ളം ഇപ്പോൾ അല്പമേ മാറിയിട്ടുള്ളൂ, 1 കിലോമീറ്റർ പോലും മാറിയിട്ടില്ല. അവിടെ ഇരുന്ന് ഈശോ കുറച്ച് കഴിഞ്ഞ് പത്രോസിനോട് പറയുവാണ്, പത്രോസ്ലീഹയോട് പറയുവാണ്, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ. എവിടെ ആഴം? നിങ്ങൾ കടൽ കണ്ടിട്ടുള്ളവരാണല്ലോ. കടലിൻ്റെ തീരത്ത് ആഴമില്ല. ഈശോ പറഞ്ഞ് തെറ്റിപ്പോയി നമുക്ക് തോന്നും. അല്പം അകലേക്ക് നീക്കാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. വള്ളം കിടക്കുന്നത് ഇപ്പോൾ കടലിനോട് തീരത്ത് തന്നെയാണ്. ഈശോ പറയുക പത്രോസിനോട് വല ഇറക്കിക്കോ ആഴത്തിലേക്കെന്ന്. ആർക്കാ എക്സ്പീരിയൻസ് കൂടുതൽ? വല ഇറക്കാൻ പറഞ്ഞ ആൾക്കോ വല എറിയുന്ന ആൾക്കോ? ശിമയോൻ പത്രോസ് ജനിച്ച കാലം തൊട്ട് കടലും തിരമാലയും വലയും വള്ളവുമായിട്ട് നടക്കുന്ന ആളാണ്. ഈശോയ്ക്കാ എക്സ്പീരിയൻസ് കുറവ്. എക്സ്പീരിയൻസ് കുറവുള്ള ഈശോയെ പറയുന്നേ ആഴത്തിലേക്ക് വല ഇറക്കാൻ. അപ്പോൾ ഈ ശിമയോൻ പത്രോസ് വേണമെങ്കിൽ പറയാൻ പാടില്ലായിരുന്നോ, കർത്താവ് ഇവിടെ ആഴം കുറവാണ്, ഇവിടെ മീൻ പിടിച്ചാൽ ഒന്നും കിട്ടില്ല, വല്ല പായലേ കിട്ടുള്ളൂ, ജീവിക്കാനുള്ള ഒന്നും ഇവിടെ കിട്ടിയല്ല, ഇവിടെ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലമാണ്. പറഞ്ഞില്ല.
പറഞ്ഞത് വേറൊരു കാര്യമാണ്. ഇന്നലെയൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കും. ഇത്രയും ചെയ്താൽ മതി. ഇത് മതി ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ. എന്ത്? രണ്ട് കാര്യം. ഈശോ ജീവിതത്തിലേക്ക് വരുമ്പം വേണ്ടാന്ന് പറയാണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, വരുമ്പോൾ ഒരു ചെറിയ മാറ്റം ആവശ്യപ്പെടുമ്പം പറ്റില്ലെന്ന് പറയാണ്ടിരിക്കുക, മാറാൻ തയ്യാറാവുക. 3, ഇങ്ങനെ പറയണം, നീ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കും. എന്നതാ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഉത്തരം കിട്ടും. ലോകത്തിൽ ആരും കടൽ തീരത്ത് മീൻ പിടിച്ച് രക്ഷപ്പെട്ടിട്ടില്ല. അവനവൻ്റെ കാര്യത്തിന് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വല്ലോ കിട്ടിയെന്നിരിക്കും. പത്രോസ്ലിക്ക് പറയില്ലായിരുന്നോ, കർത്താവ് ഇവിടെ മീൻ പിടിച്ചിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. ചിലപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്നായിരിക്കും അറിയോ? ലോകത്തിൽ പലരും നോക്കിയിട്ട് വിജയിക്കാത്തൊരു സ്ഥലവും സാഹചര്യവും നമ്മളെ കാണിച്ചിട്ട് പറയും. നമ്മൾ എന്ത് പറയണം? അയ്യോ, അത് അവർ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടില്ല, ഇവർ ചെയ്തിട്ട് ശരിയായിട്ടില്ല. ഞാൻ പറയേണ്ടത് അവർ ചെയ്തിട്ട് ശരിയായോ എന്നുള്ളതല്ല, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ശിമയോൻ പത്രോസ് പറഞ്ഞു, നിന്റെ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കും. ഇതാണ് ശിമയോൻ പത്രോസിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ കാരണമായ വചനം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം വഴി തുറന്ന കേട്ടോ. അടുത്ത കേട്ടോ, വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്തേരം മീൻ കിട്ടിയെന്ന് എഴുതിയിരിക്കുന്നേ? വല കീറത്തക്ക വിധം. ഇത് പുതിയ വലയല്ല, ഇന്നലെ മീൻ പിടിക്കാൻ ഉപയോഗിച്ച അതേ വലയാണ് ഇപ്പോൾ ഉപയോഗിച്ച്. നമ്മളാണെങ്കിൽ ചിലപ്പം പറയില്ലായിരുന്നോ, ആ വലയ്ക്കും വള്ളത്തിനും ഏതോ കൂടോത്രം ഉണ്ട്, അത് വിറ്റിട്ട് വേറെ മേടിക്കണമെന്ന് പറഞ്ഞു. എടാ, ആരോ എന്തോ ചെയ്ത് കിടപ്പുണ്ട്, അതാ നിനക്ക് എല്ലാത്തിനും തടസ്സമെന്ന്. ആരോ എന്തോ ചെയ്തോണ്ടല്ല തടസ്സം, ജീവിതത്തിൽ ദൈവം കയറാത്തോണ്ടാ പ്രശ്നം. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഈശോ പറഞ്ഞില്ലല്ലോടാ, ഈ വള്ളം വിൽക്ക്, ഈ വല നീ മറിച്ച് കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം കൊണ്ടുപോവാ, ഞാൻ ശരിയാക്കി തരാം എന്നല്ല പറഞ്ഞത്. ഈ വള്ളം മതി, ഈ വല മതി, ഇപ്പൊ ഞാൻ കൂടെയുണ്ട്. 2 അധ്വാനത്തിന് വ്യത്യാസമുണ്ട്. ഇന്നലെ അധ്വാനിച്ചപ്പോൾ ദൈവം കൂടെ ഇല്ലായിരുന്നു, ഇന്ന് അധ്വാനിച്ചപ്പോൾ ഈ ദൈവം കൂടെ ഉണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ അധ്വാന സമയത്ത് എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്ന്? 4 കാശ് കൂടുതൽ വന്നപ്പോൾ പലരും ദൈവത്തെ മറന്നവരാ. ഇപ്പൊ സമയമില്ല, തിരക്കാണ്, പിള്ളേർ പഠിക്കാറുണ്ട്, ജോലിയുണ്ട്, സാമ്പത്തിക കൈകാര്യം വരുമ്പോഴത്തേക്കും 10 മണിയാകും. ഇതെങ്ങനെയാ തുടങ്ങിയത്? ദൈവം അനുഗ്രഹിച്ച് തുടങ്ങിയതാ പലരും. ഇപ്പോൾ എന്തേലും ഒരു ഇച്ചിരി ആയപ്പം പലരും ദൈവത്തെ മറന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ 20 വർഷം മുമ്പ് പലരും പൈസക്കാരായിരുന്നു. 20 വർഷം മുമ്പ്, 20 വർഷം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 22 വർഷം കഴിഞ്ഞപ്പം പണ്ട് പൈസ ഉണ്ടായിരുന്നവരൊന്നും പൈസക്കാരല്ല ഇപ്പം. അന്ന് പൈസ ഇല്ലാതിരുന്ന കുറേ പേര് ഇന്ന് നല്ല വീടൊക്കെ വെച്ച് വലിയ നിലയിലാ. എങ്ങനെയാ ഈ മാറ്റം സംഭവിച്ചതെന്ന് പഠിക്കുന്ന നല്ലതാ. ഒരു വീട് പോലും ഇല്ലാത്തൊരു ചേച്ചിയോട് എൻ്റെ കൂടെ വന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരു ചാർത്ത് പോലെ ഓല മറച്ച ഒരു ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ പറ്റി? മക്കൾ രക്ഷപ്പെട്ടു കാനഡയ്ക്ക് പോയി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയുക, മക്കൾ കാനഡയ്ക്ക് പോയോണ്ടല്ല, വീടില്ലാത്ത സമയത്ത്, ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് മുട്ടയിൽ നിന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായെന്ന്. ദൈവം മക്കളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ബിസിനസ്സിൽ വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ലൈഫ് മാറും, അല്ലെ മാറ്റും ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാ ഈ തൊണ്ണ പൊട്ടിക്കുന്ന ഈ മൈക്കിലൂടെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇച്ചിരി ഒച്ച കുറച്ച് പറഞ്ഞാൽ പോരെന്ന്. ദൈവം ജീവിതത്തിൽ വന്നു എന്ന കാര്യം ഞാൻ പറയുമ്പോഴേ ഓട്ടോമാറ്റിക്കായിട്ട് ഒച്ച കൂടി പോകുന്ന. കാരണം ഇത് അനുഭവിച്ച ആളായോണ്ടാണ് ഇത് പറയുന്നത്. ശബ്ദം കൂടാൻ കാരണം നോർമലായിട്ട് ബോധപൂർവ്വം എടുത്തതല്ല. ദൈവം ജീവിതത്തിൽ കയറിയപ്പം ഭയങ്കരമായിട്ട് ദൈവം വഴി തുറന്നു. ഇനി മീൻ എന്തേരം കിട്ടിയെന്ന് എഴുതിയിരിക്കുക, വല കീറത്തക്ക. ഇത്രയും നാൾ കിട്ടിയിട്ടില്ല ഈ മനുഷ്യൻ ഇത്രയും. അത് ഉൾക്കടലിൽ വലയിറക്കിയപ്പോഴല്ല, തീരത്ത്, ലോകത്തിൽ ആർക്കും കിട്ടാത്ത സ്ഥലത്ത്, ലോകത്തിൽ ആരും ചെയ്തിട്ട് വിജയിക്കാത്തതായിരിക്കും ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്നത്. നമുക്ക് വച്ചിട്ടുള്ളത് ദൈവം നമുക്ക് തുറന്നത്, അത് തുറന്നു തന്നെയായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു കാര്യമുണ്ട്. മീൻ കയറിക്കഴിഞ്ഞ് മീൻ വലയിലായപ്പം ഈ വലയിലുള്ള മീനിനെ മുഴുവൻ എടുത്ത് പത്രോസ്ലിഹയുടെ വള്ളം മുഴുവൻ അങ്ങ് നിറച്ചു. ഇനി സ്പേസ് ഇല്ല. എന്തു ചെയ്തു? സ്പേസ് ഇല്ലാത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മളാണ് എന്ത് ചെയ്തേനെന്ന് ഞാനാണ് എന്നാ പറഞ്ഞത്, ഞാനാണ് എന്നാ പറയുന്നത് അറിയോ? ഇത്രയും മതി എന്ന് പറഞ്ഞു. ബാക്കി എന്നാ ചെയ്യുമെന്ന് കർത്താവ് ചോദിക്കും. അതാ വെള്ളത്തിലേക്ക് കളഞ്ഞേരെ കർത്താവേ എന്ന് ഞാൻ പറയും. പത്രോസ്ലിഹ ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃക കേൾക്കണം. ഇഷ്ടം പോലെ മീൻ കിട്ടിയപ്പോൾ, വള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ആക്ഷൻ കാണിക്കുവാണ്. ആംഗ്യം കാണിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആംഗ്യം കാണിച്ചിട്ട് കർത്താവിനോട് പറയുവാണ്, കർത്താവേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരപ്പുറത്ത് കിടക്കുന്നത്, അവരും എന്നെ പോലെ തന്നെ ഒന്നും ഇല്ലാത്തവരാ.
അവരധ്വാനിച്ചിട്ടൊന്നുമില്ല, കാലിയ വിഷമിച്ചിരിക്കുന്നവരാ, അവരെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഈ പത്രോസിന് കിട്ടിയ മീന് വെള്ളത്തിൽ കളയുമല്ല ചെയ്തേ, ആ വള്ളത്തിൽ കൊള്ളാത്തതിനെ ഇല്ലാത്ത വള്ളത്തിൽ നിറച്ചു. ബൈബിൾ എഴുതിയിട്ടുണ്ട്, വായിച്ചോ, 2 വള്ളങ്ങളും മുങ്ങാറാകുവോളോന്ന്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ ദൈവം ഇരട്ടിക്ക് അനുഗ്രഹിച്ച് പണം കൊണ്ടും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കും. അന്നേരം കുപ്പിയുടെ അടപ്പിന് അത്രയും ചെറുതാവരുത്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ വീടും ഇത്രയും ചുരുങ്ങരുത്. തീരുമാനം എടുക്കണം. എന്ത്, എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ വേറെ ആർക്കും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ അതേ വീട്ടുപേരുള്ള ആരൊക്കെയോ ഒരു ഗതിയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പലരും നിങ്ങളുടെ കൺവട്ടത്തിന് ചുറ്റും കിടക്കും. അയ്യോ, കൊച്ചിനെ കെട്ടിക്കാൻ പൈസയില്ല, ഇനി ഫീസ് കൊടുക്കാൻ പണമില്ല, എന്തു ചെയ്യും? നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഈ കസേരയിൽ തീരുമാനിക്കണം, എന്ത്, എനിക്ക് ദൈവം അനുഗ്രഹം കിട്ടിയാൽ അതിൻ്റെ പങ്ക് സന്തോഷത്തോടെ എടുത്ത് ഞാൻ കൊടുക്കുമെന്ന്. അത് തീരുമാനിക്കില്ല. എല്ലാം പണമായി കഴിയുമ്പം ഒരു വലിയ വീട് വെച്ച് തനി ഒരു കുപ്പിയുടെ അടപ്പിന് അത്രയും ചെറുതായി പോകും മനസ്സ്. പത്രോസിനെ ഈശോ ആംഗ്യം കാണിച്ച് വിളിച്ചപ്പം പത്രോസിനെ സുവിശേഷത്തിലെ ഈശോ വിളിച്ചെന്നറിയോ? ഒന്നാമൻ പത്രോസ് വിളിക്കാൻ. ഒന്നാമൻ എന്ന് വിളിക്കാൻ കാരണം എന്നാ? ഒന്നാമനാക്കാൻ കാരണം ഞാൻ വിചാരിക്കുവാണ്, ഈ മനസ്സാണ്. എന്നെ അനുഗ്രഹിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അതിൻ്റെ പങ്ക് കിട്ടണം, കൊടുക്കണം. അതാ നല്ല മനസ്സ്. പറഞ്ഞേ ഹല്ലേലൂയ. മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മീൻകൊട്ടയും തലയും വെച്ച് പത്രോസിലേക്ക് ഓടിയെന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. മാർക്കറ്റിലേക്ക് അത് ലേലം വിളിക്കണം, വിൽക്കണം, തിരിച്ചു മറിക്കാനുണ്ട് കുറേ. നമുക്ക് ആ മീൻ കിട്ടുന്നതിനുണ്ടല്ലോ, പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടിയല്ലോ. പിന്നെ മാർക്കറ്റിലേക്ക് ഒരു ഓട്ടവും പാച്ചിലും ഒരു വെപ്രാളോ ഒരു പിടുത്തം കിട്ടാത്തൊരു വരാല് പോലെ ഒരു ഓട്ടം ഉണ്ട് നമ്മുടെ. ഇച്ചിരി എന്തേലും ആവുമ്പോഴേ പിന്നെ നമ്മളെ ആർക്കും പിടുത്തം കിട്ടിയല്ല. പത്രോസിലേക്ക് എഴുതിയത് മീൻ അവിടെ ഉള്ളപ്പോൾ തന്നെ മീൻ തലയും വെച്ച് കൊട്ടയ്ക്കകത്താക്കി മാർക്കറ്റിലേക്ക് ഒരു ഓട്ടോ ഓടി. പിന്നെ അഡ്രസ്സ് ഇല്ലാതെ പോയിന്നല്ല, തന്നവൻ്റെ കാലയിലോട്ട് വീണിട്ട് ദൈവമേ എന്ന് വിളിച്ചു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പം ഇപ്പോൾ ഇല്ലേലും പേടിക്കണ്ട കേട്ടോ. മക്കളിലൂടെയെങ്കിലും ദൈവം ഉയർത്തിക്കൊള്ളും. ഇപ്പം പൈസ ഇല്ല, വീടില്ല, ബുദ്ധിമുട്ടാ, പേടിക്കൊന്നും വേണ്ട. നാളെ ഒരു സമയത്ത് ഇത് വലിയൊരു ഉയർച്ചയിലേക്ക് വരും. അന്നേരം തന്ന ദൈവത്തെ ഒരിക്കലും മറക്കരുത്. പത്രോസ്ലിഹ വീണ പോലെ എന്നും വീഴണം. എത്ര തിരക്കാണേലും വീണം. അത് കഴിഞ്ഞിട്ടുള്ള തിരക്കേ പാടുള്ളൂ. എത്ര ഉയർത്തിയാലും എന്നെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചു നിൽക്കണം. പറഞ്ഞേ ഹല്ലേലൂയ.